അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ജന്മദിനത്തിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ ആഘോഷമാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം സമാഗതമാകുന്നതോടുകൂടി തന്നെ വിശ്വാസികളുടെ ഹൃദയത്തിൽ പരിശുദ്ധ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവസന്തത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിനെ അയവിറക്കിക്കൊണ്ടുള്ള സന്തോഷകരമായ ആ മുഹൂർത്തങ്ങളുടെ പുനർവായനയുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പ്രായമായവരെന്നോ ഒന്നുള്ള വ്യത്യാസമില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വിശ്വാസികൾ ഓരോരുത്തരും ആ കടന്നുവരവിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അത് ലോകത്തുണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത്ഭുതത്തോടെയാണ് ലോകം അത് വിട്ടുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ആഗമനം അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിനോ ഒരു പ്രത്യേക കാലഘട്ടത്തിനോ മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും അവരിലേക്കൊക്കെയാണ് ആ സന്ദേശത്തെ ലോകം എത്തിച്ച് കൊടുത്തിട്ടുള്ളത്. അർസൽനാക റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു ഭാഷാർത്ഥത്തിലൂടെയല്ല നമ്മൾ കടന്നു പോകേണ്ടത്. മറിച്ച് ആ പ്രഖ്യാപനം അത് ലോകാവസാനം വരെ എല്ലാ സമൂഹങ്ങളിലേക്കും അയക്കപ്പെട്ട ഒരു തിരുദൂതരെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ അള്ളാഹു, അവൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവും. ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് ആരെങ്കിലും ഒന്ന് പറയണം എന്നില്ലല്ലോ. കാരണം നമ്മുടെ സാമൂഹിക ജീവിതയുടെ അവസ്ഥയിൽ അന്യോന്യം എല്ലാവർക്കും ദൈവികമായിട്ടുള്ള വിശ്വാസമൊക്കെ ഉണ്ടാവും. പക്ഷേ ദൈവത്തെ അടുത്തറിയുവാനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹുവിനെ കൂടുതൽ അറിയുവാൻ സമൂഹത്തിന് സാധിക്കുക. ആ പ്രവാചകന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്തത് മനുഷ്യരിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ അമാനുഷ്യരായിട്ടുള്ള ആളുകളിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തു. പക്ഷേ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് പലയിടത്തും പല സമയങ്ങളിലും പലരോടും അവർക്ക് സംവദിക്കേണ്ടി വരും, പലരോടും അവർക്ക് സംഭാഷണങ്ങൾ നടത്തേണ്ടി വരും, പല പ്രശ്നങ്ങളെക്കുറിച്ചും സമൂഹത്തെ അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ സാധാരണക്കാർക്ക് ഇല്ലാത്ത അറിവുകൾ അവർക്ക് വേണ്ടി വരും, സാധാരണക്കാർക്ക് ഇല്ലാത്ത ധാരണകൾ അവർക്ക് വേണ്ടി വരും. അതൊക്കെ തന്നെ അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ജനിക്കപ്പെടുന്ന പ്രവാചകന്മാർ, അതിൽ അപവാദമുണ്ട്. നമുക്കറിയാലോ, ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെ ജനിക്കപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. മാതാവിൽ നിന്ന് മറിയം ബീവിക്ക് ഗർഭധാരണത്തിലൂടെ ഉണ്ടായ പുത്രൻ. അത് ചരിത്രം വേറെയാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതേ സമയത്ത് മറ്റ് പ്രവാചകന്മാരെല്ലാവരും ഉമ്മയും ബാപ്പയും ഒക്കെ ഉള്ളവർ തന്നെയാണ്. അപ്പോൾ ഈ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു തിരഞ്ഞെടുത്ത് പക്ഷേ അന്മാനുഷികമായിട്ടുള്ള കഴിവുകൾ അവർക്ക് കൊടുത്തു. അള്ളാഹു പ്രത്യേകമായി അവർക്ക് അറിവുകൾ അവൻ്റെ ദൂതർ മലാക്കുമാർ മുഖേന ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മുഖറബായ മലക്ക് മുഖേനയാണ് പ്രവാചകന്മാർക്ക് അള്ളാഹു ആ വഹയിലൂടെയാണ് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ അറിവുകളിലൂടെ അള്ളാഹുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് സാധിക്കുന്നു. വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരൊക്കെ തന്നെ വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ വായിക്കുന്നവരുണ്ട്, മനസ്സിലാക്കുന്നവരുണ്ട്, കേൾക്കുന്നവരുണ്ട്. അതിലൂടെയൊക്കെ തന്നെ അള്ളാഹുവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ആ അറിവിലൂടെ വിശ്വാസത്തിലേക്കും അവർക്കൊക്കെ കടന്നു വരുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിനും ചരിത്രം സാക്ഷിയാണ്. ചിന്തയും ബുദ്ധിയും ഉള്ളവരാണല്ലോ മനുഷ്യർ. അപ്പോൾ ആ ചിന്തയും ബുദ്ധിയും നന്മയുടെ മാർഗത്തിലൂടെ അത് വിവേചിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ആ നന്മയുടെ മാർഗം ഏത് എന്ന് ജീവിച്ച് കാണിച്ചു തന്നവരാണ് പ്രവാചകന്മാർ. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ പ്രവാചകന്മാരെ ലോകത്ത് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അന്ത്യപ്രവാചകരായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെയൊക്കെ നേതാവാണ്. ആ അംബിയ മുർസലീങ്ങളുടെയൊക്കെ തന്നെ നേതാവാണ്, മനുഷ്യരാശിയുടെ നേതാവാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും
പരമോന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്നവരാണ് വിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ലോകത്തിന് നൽകിയിട്ടുള്ള അറിവുകളിലൂടെയാണ് ഇന്ന് ലോകം വാസ്തവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ശാസ്ത്രം വളർന്നതിലൂടെയാണ്. ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളിലൂടെ ജനങ്ങൾക്ക് അറിവ് നേടുവാൻ കഴിഞ്ഞിട്ടുള്ളത് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓതിത്തന്ന കേൾപ്പിച്ചു തന്ന ഖുർആൻ ആയത്തുകൾ, അതിൻ്റെ വിശദീകരണമായി അതിൻ്റെ വ്യാഖ്യാനമായി അവിടുന്ന് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്ന അവിടുത്തെ ജീവിതം, ഇതിലൂടെയൊക്കെയാണ് മനുഷ്യ സമൂഹത്തിന് അറിവുകൾ വർദ്ധിപ്പിക്കുവാനും കൂടുതൽ അറിവുകളിലേക്ക് സഞ്ചരിച്ച് എത്തുവാനും സാധിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു വിധത്തിലുള്ള അഹങ്കാരമോ അഹംഭാവമോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയായിട്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഉത്തമ സ്വഭാവം, ഉസ്വത്തുൻ ഹസന എന്നുള്ള ആ ഒരു വലിയ സ്വഭാവ സവിശേഷത, അത് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വഭാവ സവിശേഷത ഉൾക്കൊള്ളുവാൻ അന്ന് ആ കാലത്ത് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അറേബ്യയിലേക്ക് മറ്റുള്ളവർ വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥ മനുഷ്യ സ്വഭാവം എന്താണ്, യഥാർത്ഥ മനുഷ്യ സംസ്കാരം എന്താണ്, ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടി. ഇന്നത്തെ പോലെ സംവിധാനങ്ങളും ഒക്കെ കുറഞ്ഞ ആ കാലത്ത് അന്ന് ലഭിക്കാവുന്ന രീതിയിൽ, അന്നിപ്പോൾ ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ചുകൊണ്ടാണല്ലോ മക്കയിലും മദീനയിലും ഒക്കെ എത്തേണ്ടിയിരുന്നത്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകത്വ ജീവിതത്തിന് ശേഷം മദീനയിലാണ് അവിടുത്തെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ സമയം മക്കം ഫത്ഹിൻ്റെ വരെ ആ സുദീർഘമായിട്ടുള്ള കാലഘട്ടം മദീനയിൽ തന്നെയാണ് അവിടുന്ന് ചിലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ മദീനയിൽ വന്നുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങളിലെ ആളുകൾ, മനുഷ്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അവരൊക്കെ തന്നെ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാൻ വേണ്ടി വന്നവരൊക്കെ ഉണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കാൻ, അവരെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രതീക്ഷിച്ചത്, അതൊക്കെ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അവിടുന്ന് ഏറ്റവും നല്ല സത്യസന്ധനായിരുന്നു, ഏറ്റവും നല്ല വിശ്വസ്തനായിരുന്നു, ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു, ജീവകാരുണ്യത്തിൻ്റെ മഹൽ വ്യക്തിത്വമായിരുന്നു, മനുഷ്യ സ്നേഹത്തിൻ്റെ മികച്ച ഉദാഹരണമായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചിലവഴിക്കപ്പെട്ട നിമിഷങ്ങളിലൂടെ അവർക്ക് ഒക്കെ സാധിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സിലാക്കിയ ഏറ്റവും വലിയ വസ്തുത എന്താണ്? ഒരു വിവേചനവുമില്ലാതെ സമൂഹത്തോട് ഇടപഴകുക എന്നുള്ള, അറബി എന്നോ അനറബി എന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുള്ള അതൊന്നൊരു മേൽക്കോയ്മയുടെ അടിസ്ഥാനമല്ല എന്ന അവിടുത്തെ പ്രഖ്യാപനം. അത് ആ ജീവിതത്തിലൂടെ അവർക്കൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം അതാണല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കം ഫതഹിൻ്റെ ശേഷം ക്ഷണിക്കുകയാണ് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുവാൻ. വിജയപ്രഖ്യാപനം. ഖുറൈശികൾക്കെതിരെ പതിറ്റാണ്ടുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അകറ്റി നിർത്തി. എന്നാൽ മക്കയിലേക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. ഖുറൈശികൾ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ ആ ഏകത്വത്തിൻ്റെ തൗഹീദിൻ്റെ വിജയം അത് മക്കയിൽ പ്രഖ്യാപിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് ആരെയാണ്? വിശ്വാസികളിൽപ്പെട്ട വലിയ വലിയ മഹത്തുക്കളുണ്ടായിരുന്നു. വലിയ വലിയ തറവാട്ടും സ്വത്തും സമ്പത്തും ഒക്കെയുള്ള ആളുകളുണ്ടായിരുന്നു. പക്ഷേ കറുത്ത നീഗ്രോക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. ബിലാൽ തന്നെ അന്ധാളിച്ചു പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് തന്നെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എന്താണ് പ്രവാചകൻ എന്നോട് ഇങ്ങനെ കൽപ്പിക്കുന്നത് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ അത്ഭുതമായി. മറ്റുള്ളവർക്കും അത്ഭുതമായി. പക്ഷേ അത് ലോകത്തിന് വലിയ സന്ദേശമാണ്. അറബിയെന്നോ അനറബിയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉടമയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യ സമൂഹത്തിൻ്റെ മഹത്വത്തെയാണ് അതിലൂടെയൊക്കെ തന്നെ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഘോഷിച്ചത്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു അറബികളുടെ നേതാവായി മാറി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പോലും ബിലാലിനെ യാ സയ്യിദി എന്നാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഉമർ ഒരിക്കലും ആരായിരുന്നു? എല്ലാ പ്രതാപങ്ങളുടെയും വലിയ ഒരാളായിരുന്നല്ലോ ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ബിലാൽ എന്ന നീഗ്രോ വംശജൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമും കാണിച്ച ആ വലിയ മനുഷ്യത്വത്തോടെയുള്ള പെരുമാറ്റങ്ങൾ,
ആ പെരുമാറ്റം ഉമർ റളിയല്ലാഹുവിൽ പോലും അത് മാറ്റമുണ്ടാക്കി. ഉമർ യാ സയ്യിദി എന്നാണ് ഉമർ റളിയല്ലാഹുവിന് മാത്രമല്ല അതേപോലെയുള്ള ഖുറൈശി പ്രമുഖന്മാരെല്ലാം തന്നെ യാ സയ്യിദി എന്നാണ് ബിലാൽ റളിയല്ലാഹുവിനെ അഭിസംബോധന ചെയ്തിരുന്നത്. ആ നിരക്ക് മനുഷ്യത്വത്തിൻ്റെ മഹത്വം ഊന്നിപ്പറഞ്ഞ മഹത്തായ പ്രത്യയശാസ്ത്രത്തെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളവരാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്നത്തെ കാലത്ത് അതേറെ പ്രസക്തമാണ്. ഇപ്പോൾ ഭരണാധികാരികൾ മനുഷ്യനെ വിഭജിക്കുകയാണല്ലോ. ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഈ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ യോജിപ്പിക്കുന്ന, ഏകീകരിപ്പിക്കുന്ന അവിടുത്തെ ആ സന്ദേശത്തിൻ്റെ പ്രാധാന്യമാണ് നമുക്ക് ഈ നബിദിനത്തിലും ലോകത്തോട് വളരെ തന്മയത്വത്തോടെ തന്നെ അവതരിപ്പിക്കുവാനുള്ളത്. എല്ലാവിധ തിന്മകൾക്കെതിരെയും അവിടെ നമുക്ക് പ്രേരണ നൽകി, നമുക്ക് കൽപ്പനകൾ നൽകി, സന്ദേശങ്ങൾ നൽകി. മദ്യം, ചൂതാട്ടം, പലിശ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അസാൻമാർഗികമായിട്ടുള്ള ജീവിതത്തിന് എതിരെയുള്ള കാര്യം, ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളെ ബോധവൽക്കരിച്ചു എന്നുള്ളതാണ്. സമൂഹത്തെ നല്ല മനസ്സോടെ ജീവിക്കാനുള്ള സന്ദേശങ്ങൾ, എല്ലാ തിന്മകളെയും ഇല്ലാതാക്കാനുള്ള സന്ദേശങ്ങൾ അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുകയുണ്ടായി. ഒരു കാലത്ത് തിന്മയുടെ ഉപാസകരായിരുന്നു ജാഹിലിയ കാലഘട്ടം എന്ന് ചരിത്രം വിശേഷിപ്പിച്ച ആ കാലഘട്ടം. തിന്മയെ ഉപാസിച്ചിരുന്ന ഒരു ജനതയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ ജനതയെ മാറ്റിയെടുത്തു എന്നുള്ളതാണല്ലോ. മദ്യപിച്ചിരുന്നവർ പിന്നെ ആ മദ്യത്തിൻ്റെ വലിയ ശേഖരത്തെ തന്നെ അവർ ഒഴുക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരു സന്ദേശത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സുകൊണ്ട് തന്നെ അവർ മദ്യത്തെ വെറുത്തുകൊണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതത്തെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ഉമ്മത്ത്, ഖൈർ ഉമ്മത്ത് ആയി, ഏറ്റവും നന്മ നിറഞ്ഞ ഒരു സമൂഹമായി ലോക ചരിത്രത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ആ തിരു സന്ദേശം അവരിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റത്തെയാണ്. ഈ സുദിനത്തിലും നമുക്ക് മാതൃകയാക്കേണ്ടത് തന്നെ നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഖുർആനും ചരിത്രത്തിലേക്ക് നമ്മളോട് തിരിഞ്ഞു നോക്കുവാൻ കൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധരായിട്ടുള്ള പ്രവാചകന്മാരുടെ വിവിധ ജീവിത ശൈലികളെക്കുറിച്ച് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ തന്നെ ആത്യന്തികമായി നിലയുറപ്പിച്ചത് സത്യത്തിൻ്റെ മാർഗത്തിലായിരുന്നു. തിന്മകൾക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് ആ പ്രവാചകന്മാരെല്ലാവരും നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ആ ചരിത്രങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നതിനുള്ള ഒരു വലിയ സന്ദർഭം കൂടിയായിട്ട് നമ്മൾ ഈ നബിദിനത്തിൻ്റെ ഈ നല്ല ദിനത്തെ അതിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവസന്തമാണ്. വാസ്തവത്തിൽ തീരാവസന്തമായിട്ടാണ് നമ്മളതിനെ കൊണ്ടാടേണ്ടത്. മനുഷ്യ ജീവിതത്തിലെ തീരാവസന്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ല മനുഷ്യനായിട്ട് കാണുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. ഞാൻ മാത്രമാണ് മനുഷ്യൻ, ബാക്കിയുള്ളവരൊന്നും മനുഷ്യനല്ല എന്നുള്ള ചിന്ത മാറ്റിവെച്ച് എല്ലാവരും മനുഷ്യരാണ്, ഓരോരുത്തർക്കും അവകാശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം അത് ഇന്നും ലോകത്തിന് അത്ഭുതമാണ്. ഇതിപ്പോൾ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് എല്ലാ ലോക രാജ്യങ്ങളും വളരെ വാചാലമാകുന്ന ഒരു കാലമാണുള്ളത്. ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വാചാലമാകും. ഇപ്പോൾ അമേരിക്കയൊക്കെ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് വാചാലമാകാറുണ്ട്. പക്ഷേ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കിരാതമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ മനുഷ്യാവകാശങ്ങളെയും ഹനിക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ അമേരിക്കയെ പോലെയുള്ള വലിയ രാജ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള ഗൾഫിൽ നടന്നുകൊണ്ടിരുന്ന ഇസ്രായേലിനെ ഉപയോഗിച്ചൊക്കെ ചെയ്യുന്നത് മനുഷ്യാവകാശത്തെ നിഗ്രഹിക്കുന്ന ഒരു കാലത്താണ് ഇന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ വിശ്വാസം, അവൻ്റെ രക്തം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ ധനം, ഇതൊക്കെ തന്നെ ഏറ്റവും പവിത്രമാണ് എന്ന് അന്യോന്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ അവഹേളിക്കാനോ അതിനെ പ്രഹരിക്കുവാനോ ഒരാൾക്കും അവകാശമില്ല എന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ മനുഷ്യനായി കാണുക എന്നുള്ള ആ വലിയ സന്ദേശം, മറ്റുള്ളവരുടെ അവകാശങ്ങളെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് എന്നുള്ള സന്ദേശം, ദുർബലനെ കൈപ്പിടിക്കുക എന്നുള്ള സന്ദേശം. ഇന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും ഇന്നിപ്പോൾ ഒരു ഭാഗത്ത് കുന്നുകൂട്ടപ്പെടുന്ന സമ്പത്ത്, വേറൊരു ഭാഗത്ത് ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും പട്ടിണിയുടെയും വറുതിയുടെയും
ഏറെ വേദന അനുഭവിക്കുന്ന ആളുകൾ, ആ ദുർബല സമൂഹത്തിൻ്റെ കൈപിടിക്കുക എന്നുള്ളത് അത് ഏറ്റവും പ്രസക്തമാണ്. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. അനാഥരെ സംരക്ഷിച്ചുകൊണ്ട്, അഗതികളെ സംരക്ഷിച്ചുകൊണ്ട്, മിസ്കീന്മാരെയും ഫക്കീർമാരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുജീവിതത്തിൻ്റെ സന്ദേശം അതൊക്കെ തന്നെ ഈ കാലത്തും നമ്മളെ ഏറെ അതൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ്. വ്യത്യസ്തതകൾക്കിടയിലും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും, പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടും, പരസ്പരം ബഹുമാനം പങ്കുവെച്ചുകൊണ്ടും ജീവിക്കുവാനുള്ള സന്ദേശമാണ് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുകൂടി ഈ ദിവസത്തിൽ നമ്മളെല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നബിദിന ആശംസകൾ നേരുന്നു. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിദ്ദീഖീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ കൂടെ വിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.